രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞിടത്തുനിന്ന് നമ്മൾ രക്ഷപ്പെട്ട് എല്ലാവരുടെയും മുന്നിൽ കൂടെ തലയുയർത്തി പിടിച്ച് നടക്കുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ, അത് നമുക്ക് കിട്ടണം. വിഷ്വലൈസേഷൻ ചെയ്യുവാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എല്ലാ സെൻസസും വർക്ക് ചെയ്യുന്നേ ബ്രെയിൻ വിചാരിക്കത്തുള്ളൂ. ബ്രെയിനിന് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ഈ വിവിഡ്ലി, അതായത് നമ്മുടെ ഭയങ്കര ക്ലാരിറ്റിയോട് കൂടിയുള്ള ഇമാജിനേഷൻ തമ്മിൽ വേർതിരിച്ചറിയാൻ അറിയത്തില്ല. സോ ആ ഒരു പോയിന്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വിഷ്വലൈസേഷനെ കുറിച്ചാണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് എങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യാം എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യാനായിട്ട് വിഷ്വലൈസേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ വിഷ്വലൈസേഷൻ എന്താണ്? നമ്മുടെ ഒരു മെൻറ്റൽ ഇമേജ് ആണ് വിഷ്വലൈസേഷൻ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിലും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളോട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും എങ്കിൽ പോലും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് വിഷ്വലൈസേഷൻ നമ്മൾ ചെയ്യുന്നത്, എങ്ങനെയാണ് വിഷ്വലൈസേഷൻ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് വിഷ്വലൈസേഷൻ എന്താണെന്ന് ഞാനൊന്ന് പറയട്ടെ. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലിയർ ആയിട്ടുള്ള മെൻറ്റൽ ഇമേജിൻ്റെ ജനറേഷനാണ്. അതായത് നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു മെൻറ്റൽ ഇമേജ് കൊടുക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചോ നമ്മളുടെ സ്വപ്നങ്ങളെക്കുറിച്ചോ ഒക്കെ ഉള്ളൊരു ക്ലിയർ ആയിട്ടുള്ള മെൻറ്റൽ ഇമേജ് കൊടുക്കണം. അതായത് അത് ക്ലിയർ ആയിരിക്കണം. ആ വാക്ക് എപ്പോഴും ശ്രദ്ധിക്കണം, ക്ലിയർ മെൻറ്റൽ ഇമേജ്. അതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ഞാൻ വഴിയേ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് നമുക്ക് നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വേണം വിഷ്വലൈസേഷൻ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ അത്ലറ്റ്സും അതുപോലെ തന്നെ സ്പിരിച്വൽ പ്രാക്ടീഷണേഴ്സും അതുപോലെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ വിഷ്വലൈസേഷനെ കുറിച്ച് പറയുന്ന വീഡിയോസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണല്ലേ. സോ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ അവരൊക്കെ തന്നെ ഈ ഒരു മെത്തേഡ് അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. സോ ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ വിഷ്വലൈസേഷൻ ആക്ടിവേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ആ ഒരു ഡിസയർ ഉണ്ടല്ലോ, നമ്മുടെ ഒരു ആഗ്രഹമുണ്ടല്ലോ, അതിലേക്ക് നമ്മളെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ആക്ടിവേറ്റ് ആക്കി തരും. അതുപോലെ തന്നെ നമ്മുടെ തോട്ട്സും നമ്മുടെ ചിന്തകളും നമ്മുടെ ആക്ഷൻസും തമ്മിലുള്ള അലൈൻമെൻറ്റ് ഇത് ഉണ്ടാക്കി തരും. ഈ ഒരു വിഷ്വലൈസേഷൻ അത് നല്ല രീതിയിലൊന്ന് അലൈൻ ചെയ്തു തരും. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ക്ലിയർ ആയിട്ട് തിങ്ക് ചെയ്താൽ അത് റിയാലിറ്റി ആണെന്നേ ബ്രെയിൻ വിചാരിക്കത്തുള്ളൂ. ബ്രെയിനിന് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ഈ വിവിഡ്ലി, അതായത് നമ്മുടെ ഭയങ്കര ക്ലാരിറ്റിയോട് കൂടിയുള്ള ഇമാജിനേഷൻ തമ്മിൽ വേർതിരിച്ചറിയാൻ അറിയത്തില്ല. സോ ആ ഒരു പോയിന്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും പറഞ്ഞല്ലോ, വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ അത്രയും ക്ലിയർ ഇമേജസ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. സോ അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് പറയാം. ആൻഡ് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ബ്രെയിന് ഒരു കാര്യം ചെയ്തു തരും. എന്താണെന്നറിയോ, നമ്മളുടെ ബിലീവ്സും നമ്മുടെ മോട്ടിവേഷനൊക്കെ അങ്ങ് കൂട്ടിത്തരും, നമ്മുടെ ബിലീവ്സൊക്കെ നല്ല സ്ട്രോങ് ആക്കി തരും. സോ ഇതൊക്കെ നടന്നതാണെന്ന് ബ്രെയിൻ തന്നെ അങ്ങ് ലാസ്റ്റ് വിശ്വസിക്കാൻ തുടങ്ങും. പിന്നെ നമുക്കത് നടത്താതെ വേറെ വഴിയില്ലല്ലോ. സോ അതിനുള്ള ആക്ഷൻസിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യും. ഇനി എന്താ ഇതിൻ്റെ ഗുണം? ഈ വിഷ്വലൈസേഷൻ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെൻ്റലി കുറച്ച് ഗുണങ്ങളും കൂടി തരും. അതായത് നമുക്ക് സ്ട്രെസ്സ് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് വിഷ്വലൈസേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മൾ ഇമോഷണൽ വെൽബീയിങ്ങിനായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇനി പല ടൈപ്പ് വിഷ്വലൈസേഷൻസ് ഉണ്ട് കേട്ടോ. ഒന്നെന്ന് പറഞ്ഞാൽ ഔട്ട്കം വിഷ്വലൈസേഷനാണ്. പലപ്പോഴും ചെയ്യാറുള്ള വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ഔട്ട്കം വിഷ്വലൈസേഷനാണ്. അപ്പോൾ അതായത് നമ്മൾ ചെയ്യുന്ന നമ്മളുടെ ആഗ്രഹം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും, അതിൻ്റെ ഔട്ട്കം. അതായത് നമുക്ക് ജോലി കിട്ടാനായിട്ടാണ് ആഗ്രഹം. അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, ജോലി കിട്ടി എന്ന് വിഷ്വലൈസേഷൻ ചെയ്യും. സോ അതാണ് ഔട്ട്കം. ജോലി കിട്ടി എന്നുള്ള കാര്യമാണ് ഔട്ട്കം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല വണ്ണമുള്ള ഒരാളാണെന്നിരിക്കട്ടെ. സോ നമ്മൾ നല്ല മെലിഞ്ഞ് നല്ല സുന്ദരിയായിട്ടിരിക്കണം, അല്ലെങ്കിൽ മെലിഞ്ഞ് നല്ല സുന്ദരനായിട്ടിരിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. നല്ല ബോഡിയൊക്കെ ആയിട്ടിരിക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന എന്താണ്, നമ്മൾ നല്ല മെലിഞ്ഞ് സുന്ദരിയായിട്ട് അല്ലെങ്കിൽ സുന്ദരനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കോസ്റ്റ്യൂമിൽ നിൽക്കുന്നതായിരിക്കണം നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഔട്ട്കം എന്താണ്, ആ ഒരു രൂപമാണ് നമ്മുടെ ഔട്ട്കം. സോ അതാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത്. സോ അതാണ് ഔട്ട്കം വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി വേറൊരു ടൈപ്പ് ഉണ്ട്, പ്രോസസ് വിഷ്വലൈസേഷൻ. പ്രോസസ് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇയാൾക്ക് ഒരു ജോലി വേണം. അപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ആ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, പഠിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്യുന്നുണ്ടായിരുന്നു. സോ പ്രോസസ് വിഷ്വലൈസേഷനാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ഔട്ട്കം വിഷ്വലൈസേഷനും ചെയ്യാറുണ്ടായിരുന്നു. സോ പ്രോസസ് വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ വർക്കൗട്ട് ചെയ്യുന്നതും, നിങ്ങൾക്ക് മെലിയണമെങ്കിൽ വർക്കൗട്ട് ചെയ്യണമല്ലോ. സോ മെലിയുന്നത് സ്വപ്നം കാണുന്ന ആൾക്കാർ അത് വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ സ്വപ്നം കാണും. സോ ഗ്രാജുവലി നമുക്കത് ചെയ്യാനുള്ള ഒരു മെൻറ്റൽ ക്ലാരിറ്റി നമുക്ക് കിട്ടും.
ഓക്കെ, ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഹീലിംഗ് വിഷ്വലൈസേഷനാണ്. അതായത് ഏതെങ്കിലും രീതിയിലൊക്കെ ഫിസിക്കലിയോ മെൻ്റലിയോ ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് മനസ്സൊക്കെ ഒന്ന് നമ്മൾ ഓറ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഹീലിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു അഫർമേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമ്മുടെ ഓറ എങ്ങനെ ഹീൽ ചെയ്യാം എന്നുള്ള രീതിയിൽ. സോ ആ ഒരു ടൈപ്പ് അഫർമേഷൻസ്, ആ ഒരു ടൈപ്പ് വിഷ്വലൈസേഷനൊക്കെ നമുക്ക് ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങളാണ് ആ ഒരു ടൈപ്പ് അഫർമേഷനും വിഷ്വലൈസേഷനും ഒക്കെ. അതായത് ഇപ്പം നമുക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു വിഷ്വലൈസേഷൻ ചെയ്യണം. വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടും, അല്ലെങ്കിൽ ഇപ്പം ഫിസിക്കലി എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യുന്നതായിട്ടും, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നതായിട്ടും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമാജിൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ മനസ്സിൽ വിഷ്വലായിട്ട് നമ്മൾ കാണാം. അപ്പം ഏറ്റവും ഞാൻ പറയുന്നത് കാര്യം എന്ന് പറയുന്നത് അഫർമേഷൻ ആണെങ്കിലും ശരി, വിഷ്വലൈസേഷൻ ആണെങ്കിലും ശരി, ആ ഫീലിംഗ് അവിടെ കിട്ടണം. അതാണ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. പിന്നെ വേറെ എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ വിഷ്വലൈസേഷനാണ്. ഇപ്പം നിങ്ങൾ റെയിൻബോ മാനിഫെസ്റ്റേഷൻ ചെയ്തില്ലേ, അപ്പം നിങ്ങൾ ഒരുപാട് പേർക്ക് റെയിൻബോ കാണാൻ പറ്റിയല്ലേ. അപ്പം എനിക്കറിയാമായിരുന്നു, നിങ്ങളെക്കാട്ടിലും ഷുവറായിരുന്നു എനിക്ക് നിങ്ങൾ റെയിൻബോ കാണും എന്നുള്ള കാര്യത്തിൽ. കാരണം എല്ലാവർക്കും ദൈവം ഒരേപോലെയാണ് മൈൻഡ് പവർ തന്നിരിക്കുന്നത്. പക്ഷേ കുറച്ച് പേരത് യൂസ് ചെയ്യുന്നു, കുറച്ച് പേരത് അറിയുന്നില്ല, കുറച്ച് പേരത് യൂസ് ചെയ്യാൻ അറിയത്തില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണുള്ളത്. സോ നമ്മുടെ മൈൻഡ് പവർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിതൊക്കെ വിഷ്വലൈസ് ചെയ്യുന്നത്. അപ്പം ഞാൻ വന്ന് നിങ്ങളെ വീട്ടിൽ വന്നിട്ട് ദേ അവിടെ റെയിൻബോ, ദേ ഇവിടെ റെയിൻബോ, അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കുന്നത് പറഞ്ഞിട്ടാണോ? അല്ല, നിങ്ങൾ തന്നെ വിഷ്വലൈസ് ചെയ്തു, നിങ്ങൾ തന്നെ മാനിഫെസ്റ്റ് ചെയ്തതാണ് റെയിൻബോ അല്ലേ. സോ ആ ഒരു ടൈപ്പാണ് മാനിഫെസ്റ്റേഷൻ വിഷ്വലൈസേഷൻ. അവിടെ ഞാൻ അഫർമേഷനും കൂടി യൂസ് ചെയ്തായിരുന്നു. നിങ്ങളെ കൊണ്ട് വിഷ്വലൈസേഷൻ ചെയ്യിപ്പിച്ചത് മാത്രമല്ല, അതിനുശേഷം ഞാൻ ഈ റെയിൻബോ കാണാൻ റെഡിയാണെന്നൊക്കെ ഉള്ള രീതിയിലുള്ള അഫർമേഷനോട് ചെയ്തായിരുന്നു അല്ലേ. സോ അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ വിഷ്വലൈസേഷൻ എന്ന് പറയാം. അഫർമേഷൻ പ്ലസ് വിഷ്വലൈസേഷനെയാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി റെയിൻബോ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടില്ലാത്തവർ ഓടിപ്പോയിട്ട് അത് ചെയ്യണം. കാരണം എങ്കിലേ നിങ്ങളുടെ മനസ്സിൻ്റെ പവർ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഞാൻ എത്ര ഇരുന്ന് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിൻ്റെ പവർ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഓക്കെ, ദെൻ ഇനി എന്താണ്, എങ്ങനെയാണ് ഈ വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതായത് വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം നമ്മൾ അഫർമേഷൻ ചെയ്യുന്ന പോലെ തന്നെ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ പോയി ഇരിക്കുക. നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയി ഒന്ന് ഇരിക്കുക. തന്നെ പിന്നെ എന്നാ ചെയ്യുന്നത്, നമ്മൾ ബ്രീത്തിങ് ടെക്നിക്ക്, നമ്മളൊന്ന് റിലാക്സ്ഡ് ആകാൻ വേണ്ടി ബ്രീത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വായിലൂടെ പുറത്തു വിടുന്നു. മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് വായിലൂടെ പുറത്തു വിടുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇനി പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വ്യക്തത ഉണ്ടായിരിക്കും. ഒന്ന്, നിങ്ങളുടെ ഗോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താ, അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് വേണം. ക്ലിയർ ആയിരിക്കണം. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള കാര്യം ക്ലിയർ ആണ്. അത് ഞാനിപ്പോൾ പല വീഡിയോസിലായിട്ട് പറഞ്ഞു വരുവാണ്. ഇപ്പോൾ ഒരു ജോലിയാണെങ്കിൽ ഏത് ജോലിയാണ്, എത്ര രൂപ സാലറിയാണ്, എല്ലാം വേണം. ഇപ്പോൾ അതുപോലെ നിങ്ങളുടെ വെയിറ്റ് ലോസ് ആണ്, നിങ്ങൾക്ക് കൃത്യം എത്ര വെയിറ്റിലേക്ക് എത്തണം, നിങ്ങളുടെ ബോഡി എന്നിട്ട് എങ്ങനെ ഇരിക്കണം, നിങ്ങൾക്ക് ഏത് ഡ്രസ്സ് ഇടണം, അതെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. സോ ക്ലിയർ ആയിരിക്കണം നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ മെൻ്റൽ ഇമേജ് എത്രയും ഡീറ്റെയിൽഡ് ആക്കാവോ അത്രയും ഡീറ്റെയിൽഡ് ആക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ എല്ലാ സെൻസസും, നമ്മളുടെ കണ്ണും മൂക്കും നാക്കും എല്ലാ സെൻസസും യൂസ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ഇമേജിന് ഹൈ ക്ലാരിറ്റി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നല്ല ഒരു എന്താ പറയുക വെയിറ്റ് ലോസ് ഒക്കെ ചെയ്ത് നിങ്ങൾ നന്നായിട്ട് നല്ലൊരു അപ്പിയറൻസിൽ പോകുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ നോക്കുന്നു അല്ലേ, നിങ്ങൾക്ക് അപ്രീസിയേഷൻ തന്നു, അത് നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം വരുന്നു അല്ലേ. അപ്പം നിങ്ങളുടെ പുതിയൊരു ഡ്രസ്സ് ഇടുമ്പോൾ ആ ഡ്രസ്സിൻ്റെ സ്മെല്ല് അതൊക്കെ നിങ്ങൾക്ക് വരും. നിങ്ങൾ ക്ലിയർ ആയിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുവാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എല്ലാ സെൻസസും വർക്ക് ചെയ്യും. നിങ്ങളുടെ ആ ഒരു പുതിയ ഡ്രസ്സിൽ തൊടുമ്പോൾ ആ സെൻസേഷൻ നമ്മുടെ കയ്യിൽ വരണം. അതൊക്കെ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീലിംഗ് കറക്റ്റായിട്ട് കിട്ടുന്നത്. മനസ്സിലായോ? സോ ആ ഒരു രീതിയിൽ വേണം നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ എന്താണ് ഇനി അടുത്തത് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ആ ഇമോഷൻ അന്നേരം ഫീൽ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കാർ വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ പുതിയൊരു കാർ വാങ്ങിച്ചു. ഓക്കെ, അപ്പോൾ മറ്റുള്ളവരൊക്കെ നിങ്ങൾ ആ പുതിയ കാറിൽ പോകുമ്പോൾ എല്ലാവരും നോക്കുന്നു, ഓ അവൻ പുതിയ കാർ എടുത്തല്ലേ, അല്ല അവർ പുതിയ കാർ എടുത്തു എന്നൊക്കെ പറയുന്നത് അതൊക്കെ നിങ്ങൾ കേൾക്കുന്നു. സോയയോടെ കുറേ പേര് നിങ്ങളെ നോക്കുന്നു, അപ്പോൾ അവൻ ഭയങ്കര ജീവിതത്തിൽ സക്സസ്ഫുൾ ആയി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ. അതുപോലെ നിങ്ങളുടെ ആ ഒരു കാർ നിങ്ങളുടെ കൈ കിട്ടി, നിങ്ങൾ ആ സ്റ്റിയറിംഗിൽ നിങ്ങൾ ടച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഹോൺ അടിക്കുന്നത് കേൾക്കാൻ പറ്റും. എല്ലാം നിങ്ങൾക്ക് പറ്റും വിഷ്വലൈസേഷൻ കറക്റ്റ് ആണെങ്കിൽ. എന്നിട്ട് നിങ്ങൾക്ക് ആ കാറിനുള്ളിലെ സ്മെല്ല് വരെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്കൊരു ഫീലിംഗ് വരണം. നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ജോയ്, ആ സമയത്തെ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ കാർ കൈ കിട്ടിയപ്പോഴത്തെ സന്തോഷമായിരിക്കണം. ഓക്കെ, എല്ലാവരുടെയും വെല്ലുവിളികളിൽ നിന്ന് നമ്മൾ പുറത്ത് കടന്ന് ഒരിക്കലും രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞിടത്തു നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് എല്ലാവരുടെയും മുന്നിൽ കൂടെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ, അത് നമുക്ക് കിട്ടണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ വിഷ്വലൈസേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. ആ ഫീലിംഗ് അവിടെ വരണം, മാക്സിമം ഫീൽ. ഇപ്പം വിഷ്വലൈസേഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയുമോ, നമുക്ക്
ഏറ്റവും നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിനകത്ത് ഭയങ്കര ഫ്രീഡമാണ്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അഫർമേഷൻ എഴുതുമ്പം ഒരുപാട് നമുക്ക് എഴുതാൻ പറ്റത്തില്ല എന്നുള്ളൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമുക്ക് നല്ല രീതിയിൽ നമ്മൾക്ക് വേണ്ട രീതിയിലെല്ലാം വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾ വിഷ്വലൈസേഷൻ ഉറപ്പായിട്ട് യൂസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ദെൻ എനിക്ക് ഏറ്റവും ലാസ്റ്റ് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇമോഷനാണ് ഇതിൻ്റെ കീ എന്ന് പറയുന്നത്. നമ്മൾക്ക് എത്രത്തോളം ഇമോഷൻസ് ഉണ്ടോ അത്രത്തോളം പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി എപ്പോഴൊക്കെ വിഷ്വലൈസേഷൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ അഫർമേഷൻ്റെ പോലെ തന്നെയാണ് ഞാൻ പറയുന്നത്. ഏർലി മോർണിംഗ് നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ബെഡ് ടൈം നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത്, മെഡിറ്റേഷൻ കഴിഞ്ഞ്. ഈ ഒരു 3 ടൈമാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. വിഷ്വലൈസേഷൻ ചെയ്യാൻ 5 to 10 minutes നമുക്ക് എടുക്കാം മിനിമം. അത്രയും സമയത്ത് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക. അതിൽ കൂടുതൽ സമയം വേണമെങ്കിലും കടന്നു പോകാം. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് ആളുകൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യുന്നത് നടക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. വിഷ്വലൈസേഷൻ നെഗറ്റീവായി പോവുക, നടക്കാതെ പോവുക, അതിൻ്റെയൊക്കെ കുറച്ച് റീസൺസ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. അതായത് അവർക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. ഇന്ന് ആലോചിക്കുന്ന രീതിയിലായിരിക്കത്തില്ല നാളെ ആലോചിക്കുന്നത്. ഇന്ന് ഫോർച്യൂണർ വേണമെന്ന് തോന്നുവാണെങ്കിൽ നാളെ ആലോചിക്കുമ്പോൾ അത് XUV ആവും. അടുത്ത ദിവസം അല്ലെങ്കിൽ അത് ഡിസയർ മതി എന്നാവും. അങ്ങനെ തോന്നിയതുപോലെയുള്ള ചിന്തകളിലേക്ക് പോകരുത്. നിങ്ങളുടെ എല്ലാം ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റിയോട് കൂടി വേണം നിങ്ങൾ തീരുമാനിക്കാനായിട്ട്. പിന്നെ ഓരോ ദിവസവും നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പം ക്ലാരിറ്റി കൂടി വരും. ഓക്കെ, അതിലല്ല പറയുന്നത് ഒട്ടും ബന്ധമില്ലാത്ത രീതിയിൽ രണ്ടാമത്തെ ദിവസം നിങ്ങൾ തിങ്ക് ചെയ്യാൻ പാടില്ല. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡൗട്ട്സ് ആണ്. ഇത് നടക്കുമോ എന്നുള്ള ഡൗട്ട്സ്, അതുപോലെ നെഗറ്റീവ് ഫീലിങ്സോട് കൂടിയൊക്കെ വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് പോകരുത്. നിങ്ങൾക്ക് നെഗറ്റീവ് റിസൾട്ട്സേ വരത്തുള്ളൂ. പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓവർ തിങ്കിങ്. അതായത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളിങ്ങനെ കാറിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് നിങ്ങളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതിനിടയ്ക്ക് നിങ്ങൾ ഊട്ടി പോകും, കൂട്ടുകാരനെ കാണും, അവിടെ നിന്ന് തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് നമുക്ക് വീഗാലാൻഡിൽ പോകുന്നതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യും. വൈകിട്ട് എന്താ പരിപാടി, അപ്പോൾ ഇങ്ങനെ പല പ്ലാൻ കുറച്ച് കഴിയുമ്പോൾ അയ്യോ ഞാൻ വണ്ടി ഓടിക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് പിന്നെയാണ് വണ്ടിയിലേക്ക് തിരിച്ചു വരുന്നത്. സോ ഇതൊരു തെറ്റായ പ്രോസസ്സാണ്. കാരണം ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് നമുക്ക് വിഷ്വലൈസേഷൻ സമയത്ത് പറ്റുന്ന കാര്യമല്ല. നമ്മൾ മാക്സിമം നമ്മളുടെ ഈ വിഷ്വലൈസേഷനിലേക്ക് കൂടെ തന്നെ ഇങ്ങനെ പോവുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് അത് പറ്റത്തില്ലെങ്കിൽ ഒരു ഗൈഡഡ് വിഷ്വലൈസേഷൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ എല്ലാം എടുത്ത് അതിൻ്റെ കൂടുതൽ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് പോകും. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ മണി വിഷ്വലൈസേഷൻ ചെയ്തില്ലേ, നമ്മളിങ്ങനെ അതൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പണത്തെ ഒന്ന് സ്നേഹിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം. സോ അതുപോലെയുള്ള വീഡിയോസ് എടുത്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻകൺസിസ്റ്റൻസിയാണ്. നിങ്ങൾക്ക് ഇന്ന് ചെയ്യും, നാളെ ചെയ്യും, പിന്നെ ഒരാഴ്ചത്തേക്ക് ഒരു അനക്കവും ഇല്ല, പിന്നെ ഒരു ദിവസം ചെയ്യും, പിന്നെ എപ്പോഴേലും രക്ഷപ്പെടണമെന്ന് തോന്നുമ്പോൾ വീണ്ടും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും നിങ്ങളെ മോക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ നല്ലോണം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഓടി വരും, ഞാനിപ്പോൾ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് വീണ്ടും വിഷ്വലൈസേഷൻ ചെയ്യും, പിന്നെ ആ വഴി കാണത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല കേട്ടോ. സോ ചെയ്യുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക, തുടർച്ചയായിട്ട് തന്നെ ചെയ്തു പോവുക. ആൻഡ് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസിസ്റ്റൻസിയാണ് എൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. നമ്മുടെ വിഷ്വലൈസേഷൻ ഒരു പവർ കൊടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. അതുപോലെ നിങ്ങൾ ഈ പ്രോസസ്സിനെ നന്നായിട്ട് വിശ്വസിക്കുക. നിങ്ങൾക്ക് ഇത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ പറ്റത്തില്ല എന്ന് തോന്നുമ്പോൾ ഓടിപ്പോയിട്ട് ആ റെയിൻബോ മാനിഫെസ്റ്റേഷൻ ഒന്ന് ചെയ്ത് നോക്ക്. ഓക്കെ, ഇനി എനിക്ക് നിങ്ങളോട് ലാസ്റ്റ് പറയാനായിട്ടുള്ള ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പം നിങ്ങളെ സമർപ്പിച്ച് വിഷ്വലൈസ് ചെയ്യുക. വാട്ട് യു വിഷ്വലൈസ് you materialize. Okay, but thank you for watching. മറ്റൊരു വീഡിയോയിൽ കാണാം. Bye.